ഗൈസ്, ഇടിമില്ലക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ വേറെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടാക്കാൻ പാറു ഉണ്ട്. പാറു, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളി ഫ്രൈ ആണ്. അത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കാം. ഗൈസ്, നമ്മൾ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിൽ ഇട്ട് കഴുകിയെടുക്കാം. ഗൈസ്, നമ്മളൊരു ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളയണം. അതിൻ്റെ അഴുക്കൊക്കെ നല്ലതായിട്ട് കഴുകി കൊടുക്കാം. കണ്ടോ ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടോ ഇതിൻ്റെ അഴുക്ക് നല്ലതായിട്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വെക്കാം. ഇതിനി നമുക്ക് റൗണ്ടി അരിഞ്ഞെടുക്കാം ഗൈസ്. ദേ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടി അരിയണം. അപ്പം ഞാൻ റൗണ്ടി അരിഞ്ഞിട്ട് വരാം ഗൈസ്. ഇതുപോലെ റൗണ്ടി അരിഞ്ഞിടണം. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഗൈസ്, നമ്മളിതൊരു ബൗളിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. ഇനി ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ്, നല്ല കൈയും വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഈ പക്കറ്റിനകത്ത്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ടു. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് മുളകിട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ്, ആവശ്യത്തിന് നമുക്ക് മുളകിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ്, ഇനി നമുക്ക് ആവശ്യത്തിന് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇത്രയും ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ, മതി. ഇനി നമുക്കിത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ ഇത് ഇളക്കിയിട്ട് വരാം ഗൈസ്. ഇനി ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാൻ ഇതിൻ്റെ പേര് ഇനി നമുക്ക് ഇതിന് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കാമേ ഗൈസ്. ഇനി ആവശ്യത്തിന് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ്, ഇച്ചിരി ചൈന സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഗൈസ്, ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവാം. ഗൈസ്, നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഗൈസ്, നമ്മൾ തീ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. നല്ലതായിട്ട് ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. ചൂടായി വരുന്നുണ്ട് ഗൈസ്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇതെല്ലാം കൂടെ ഇനി നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. നമ്മളങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിനകത്ത് വെച്ച് കഴിക്കാം. ഗൈസ്, നമ്മളങ്ങനെ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് എല്ലാ തോരനാക്കിയിട്ട് വറ്റി കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൈ ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.